ഇവിടെ ഇതൊരു CPIയെ സംബന്ധിച്ചിടത്തോളം അവരൊരു മാർക്സിസ്റ്റ് നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നിലപാട്. ഇത്തരം കാര്യങ്ങളോട് പണം കിട്ടും എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ആ ന്യായമൊക്കെ നിർലജ്ജം നിരത്തിയിട്ട് സന്ധി ചെയ്യുന്ന ഒന്നല്ല കമ്മ്യൂണിസ്റ്റ് നിലപാട്. അതാണ് CPI ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ പിണറായി വിജയനാണ് പാർട്ടി നയിക്കുന്നുള്ളത് എന്നുള്ളത് കൊണ്ട് CPMൽ ഇതേ വികാരമുള്ള പല ആളുകളും മനുഷ്യരും ഉണ്ടെങ്കിലും അവർക്കും ഇന്ന് ഇത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല. അത്തരത്തിലൊക്കെയാണ് കേരള രാഷ്ട്രീയം പുരോഗമിക്കുന്നത്. ഇതൊരു നിർഭാഗ്യകരമായ ഒരു ദശയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് കോൺഗ്രസിനെ പിന്നെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കുറ്റം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്ത കാര്യത്തിന് എങ്ങനെ അത് ന്യായീകരണമാവും എന്നുള്ളതും നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഒറ്റ കാര്യം, കുറെ നേരമായിട്ട് നൗഷാദ് അലി പറയാണ് മാർക്സിസ്റ്റ് നിലപാട് നല്ല നിലപാടാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും മാർക്സിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തിരുത്തൽ ശക്തിയാവണം. CPI ആണ് യഥാർത്ഥത്തിൽ നല്ല മാർക്സിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവർ. അങ്ങനെ മാർക്സിസ്റ്റ് നല്ല നിലപാടാണെങ്കിൽ സാറ് കോൺഗ്രസും കതർ ഊരി വെച്ചിട്ട് ഇനി വാന്നേ. നിങ്ങൾ എപ്പോഴും പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഗംഭീരം പാർട്ടിയാണ്, അത് ഇപ്പൊ നിലപാട് നിലപാടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സംസാരിക്കട്ടെ, കാരണം സംസാരിക്കൂ. നൗഷാദ് അലി പറയുന്നതിനൊരു യുക്തി വേണം. നിങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ല, അത് തന്നെ CPM ഗംഭീര സംഭവമാണ്. അപ്പൊ ഇപ്പൊ അത്ര പോരാ. അപ്പൊ പിന്നെ ഇത്രയും കാലം നിങ്ങൾ എന്തിനാണ് ഈ ഗംഭീര സംഭവത്തിൽ വരാതെ അപ്പുറത്ത് ഈ വൃത്തികെട്ട കോൺഗ്രസിൽ നിന്നത്? മാത്രമല്ല, ഇപ്പോഴും CPI ആണെങ്കിൽ ശരിയായ നല്ല നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ CPI തുടരുന്ന മുന്നണിക്ക് താങ്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യണം. കാരണം നല്ല നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവർ അവരാണല്ലോ. അശോക് ഗെഹ്ലോട്ടും മറ്റവരൊക്കെ വേറെ നിലപാട്. നിങ്ങൾക്ക് സ്റ്റാലിനെയാണ് ഇപ്പോൾ ഉദാഹരിക്കേണ്ടി വന്നത്. അശോക് ഗെഹ്ലോട്ടിനെ തൊടാൻ പറ്റുന്നില്ല, രേവന്ത് റെഡ്ഡിയെ തൊടാൻ പറ്റുന്നില്ല. എത്ര ദയനീയമാണ് കോൺഗ്രസ്സുകാരന്റെ അവസ്ഥ എന്ന് സ്വയമെങ്കിലും ആലോചിക്കണം.